إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يقول ربنا جل وعلا في كتابه العزيز: وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. ഏറെ ബഹുമാനവും ആദരവുമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം നിലകൊള്ളണമെന്ന് എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, മനുഷ്യന്മാരായി ഈ ഭൂലോകത്ത് പിറവിയെടുത്തിട്ടുള്ള നമ്മൾക്കെല്ലാവർക്കും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മാർഗങ്ങൾ തെളിയിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് സലാഹിൻ്റെ മാർഗം, മറ്റൊന്ന് നേർവിപരീതമായ ഫസാദിൻ്റെ മാർഗം. ഈ രണ്ട് മാർഗങ്ങളിൽ ഏതും തന്നെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അധികാരമുണ്ട്, അതിനുള്ള ബുദ്ധിയും കഴിവും ശേഷിയും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഫസാദിൻ്റെ മാർഗത്തിലേക്ക് ഏറ്റവും കൂടുതലായി ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി അത്യാധുനിക മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് മനുഷ്യരെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഖുർആനിൻ്റെ വസന്തം എന്ന ഈ വിഷയം നാം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്, നാം ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഏറെ പ്രസക്തമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യൻ ഏറ്റവും നല്ലവനായി, ഏറ്റവും ഉന്നതമായ ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമയായി ഈ ലോകത്ത് ജീവിക്കുവാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. കാലാകാലങ്ങളിലായി അള്ളാഹു അത് നൽകി പോന്നിട്ടുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു പ്രവാചകന്മാർ മുഖേന, വഹി മുഖേന ശരിയായ മാർഗം, സ്വർഗത്തിലേക്കുള്ള മാർഗം ഇന്നതാണെന്ന് അറിയിച്ചു കൊടുക്കുകയും അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിലൂടെ ആ ഒരു പ്രക്രിയ അള്ളാഹു പൂർത്തിയാക്കുകയും ചെയ്യുകയാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. നിശ്ചയമായും ഈ പരിശുദ്ധ ഖുർആൻ ഏറ്റവും ഋജുവായതിലേക്ക്, ഏറ്റവും നേരായതിലേക്ക്, ഖയ്യിമായതിലേക്ക്, ഖയ്യിം എന്നതിൻ്റെ അഫ്അൽ വസ്നാണ് അഖ്വം, ഏറ്റവും എന്ന തഫ്ദീലിൻ്റെ രൂപമാണത്. തഫ്ദീലിൻ്റെ സീഗ എന്നാണ് വ്യാകരണ നിയമപ്രകാരം അതിന് പറയുക.
ഏറ്റവും ഖയ്യിമായ, നേരായ, മുസ്തഖീമായ മാർഗത്തിലേക്ക് ഖുർആൻ നിങ്ങളെ വഴി നടത്തുകയാണ്, ക്ഷണിക്കുകയാണ്, നയിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി ഈ മാർഗം തിരഞ്ഞെടുക്കുവാൻ നമ്മളോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. ഖുർആൻ പഠിക്കണം, ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. എന്നാൽ എത്രത്തോളം നാം ഖുർആനുമായി ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് നാം നിർബന്ധമായും പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവലാതിപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു വചനമാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. സൂറത്തുൽ ഫുർഖാനിലെ 30-ാമത്തെ വചനം. വഖാല റസൂൽ. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ റസൂൽ പറഞ്ഞു? യാ റബ്ബി, എൻ്റെ നാഥ, ഇന്ന ഖൗമി, എൻ്റെ ജനത, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ അവർ മഹ്ജൂറാക്കി കളഞ്ഞിരിക്കുന്നു. തള്ളിക്കളഞ്ഞ, അവഗണിച്ച് തള്ളിയ അവസ്ഥയിലേക്ക് അവർ അതിനെ മാറ്റിക്കളഞ്ഞു, അതിനെ അവഗണിച്ചിരിക്കുകയാണ് പടച്ചവനെ എന്ന് അള്ളാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവലാതിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു തന്നെ പറയുകയാണ്. എന്തിനാണ് ലോകാവസാനം വരെ വരുന്ന ഖുർആനിൽ ആവർത്തിച്ച് ഇതിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആലോചിക്കാൻ വേണ്ടിയാണ്. നമ്മളും ഖുർആനും തമ്മിൽ എത്ര ബന്ധമുണ്ട് എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ഈ വചനം ഒരു വചനമായി, ഒരു ആവലാതി, ഒരു പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമായി സൂറത്തുൽ ഫുർഖാനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല നൽകിയിട്ടുള്ളത് വളരെ അർത്ഥവത്താണ്. വളരെയധികം അർത്ഥസമ്പുഷ്ടമായ ഈ വ്യാഖ്യാനം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. അദ്ദേഹം നൽകിയ വ്യാഖ്യാനം എന്താണ് അദ്ദേഹം പറയുന്നത്? യഖൂലു തആല മുഖ്ബിറൻ അൻ റസൂലിഹി വ നബിയിഹി മുഹമ്മദ് സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി ദായിമൻ ഇലാ യൗമിദ്ദീൻ അന്നഹു ഖാൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ വദാലിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിനെ ഇവർ അഗണ്യ കോടിയിലേക്ക് തള്ളിക്കളഞ്ഞതായി സ്വീകരിച്ചിരിക്കുന്നു, അങ്ങനെ ആക്കി കളഞ്ഞിരിക്കുന്നു എന്ന് ആവലാതിപ്പെട്ടത്. വദാലിക അന്നൽ മുശ്രികീന കാനു ലാ യുസ്ഗൂന ലിൽ ഖുർആൻ വലാ യസ്മഊനഹു. മുശ്രിക്കീങ്ങൾ ഖുർആൻ കേൾക്കുമായിരുന്നില്ല, അതിലേക്ക് ചെവി കൊടുക്കുമായിരുന്നില്ല, അത് ശ്രദ്ധിക്കുമായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് തന്നെ അള്ളാഹു സൂറത്തു ഫുസ്സിലത്ത് 26 പറയുന്നുണ്ട്. കമാ ഖാല തആല വഖാല അല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ എന്നവർ പറയുകയുണ്ടായി. എന്താണ് അവിശ്വാസികൾ പറഞ്ഞതായി അള്ളാഹു പറയുന്നത്? അവർ പറയാൻ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കുക ചെയ്യരുത്, ഇത് കേൾക്കാൻ നിങ്ങൾ നിൽക്കരുത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവലാതിപ്പെട്ട ഒരു സംഭവം പറയുന്നുണ്ട് സൂറത്ത് നൂഹിൻ്റെ തുടക്കത്തിൽ. ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ. നൂഹ് നബി അലൈഹി സ്വലാം പ്രബോധനം ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണത്. അദ്ദേഹം ആവലാതിപ്പെടുകയാണ്, പഠിച്ചവനെ. അവരവരുടെ കൈകൾ അവരുടെ കാതുകളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് വിരലുകൾ വെച്ച് അവർ പൊത്തിപ്പിടിച്ച് കേൾക്കാതിരിക്കാൻ വേണ്ടി ആ അവസ്ഥയിൽ അവരിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു, നിരന്തരമായി അതിൽ തന്നെ. അവർ വസ്തഗ്ശൗസിയാബും, ഈ വസ്ത്രം കൊണ്ടവർ മൂടി എന്നോട് ആ നിലക്ക് പ്രതികരിച്ചിരിക്കുന്നു പഠിച്ചവനെ എന്ന് അദ്ദേഹം ആവലാതിപ്പെടുന്നു. അതേ അവസ്ഥ. ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേട്ടുകൊള്ളരുത്. വൽഗൗ ഫീഹി, നിങ്ങൾ ബഹളം വെച്ചുകൊള്ളുക. ലഅല്ലകും തഗ്ലിബൂൻ, നിങ്ങൾക്ക് അതിജയിക്കാൻ സാധിച്ചേക്കാം എന്നവർ പറഞ്ഞു എന്നാണ്. അപ്പോൾ വകാനു ഇദാ തുലിയ അലൈഹിമുൽ ഖുർആൻ അക്സറുൽ ലഗത വൽ കലാമ ഫീ ഗൈരിഹി. ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഖുർആന്റെ വചനങ്ങൾ അവരുടെ മുമ്പിൽ പറയപ്പെട്ടാൽ അവരെന്താ ചെയ്തിരുന്നത്? അക്സറുൽ ലഗത, ബഹളം വെക്കും. വൽ കലാമ ഫീ ഗൈരിഹി, മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് ആളുകളുടെ ശ്രദ്ധ തിരിച്ച് അത് ശ്രദ്ധിക്കാതെ ഇത് കേൾക്കാതെ ചെവി കൊടുക്കാതിരിക്കുവാൻ വേണ്ടി പല കോപ്രായങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്നു. ഹത്താ ലാ യസ്മഊ ഫഹാദാ മിൻ ഹിജ്റാനിഹി. ഇത് നമ്മൾ മനസ്സിലാക്കണം.
ഖുർആൻ ഹജ്ർ ചെയ്യുക എന്ന ഗുരുതരമായ ഒരു തെറ്റ് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല എന്നാണ് ഇമാം ഇബ്നു കസീർ ഈ എണ്ണി പറയുന്നതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആയത്ത് പല വിധത്തിൽ ഖുർആൻ ഹജ്ർ ചെയ്യുക എന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു അദബായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. രണ്ട് കാര്യം പറഞ്ഞു, അത് കേട്ടാൽ മാത്രം പോരാ, മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു. മൗനം ദീക്ഷിക്കുക, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക, ചെവി കൊടുക്കുക, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. വഅൻസിതു, നിങ്ങൾ മിണ്ടാതിരിക്കണം എന്നാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വണ്ടിയിലൊക്കെ ഇങ്ങനെ ഖുർആൻ ഓണാക്കിയിട്ട് നമ്മൾ വേറെ പല സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യും. ജസ്റ്റ് ഓഫാക്കിക്കോ, എന്നിട്ട് സംസാരിച്ചോ. കേൾക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നീ ഓണാക്കി, അങ്ങനെ വേണ്ടത്. അപ്പോൾ ഇത് ഹിജ്റാനിൻ്റെ ഭാഗമാണ്, ഖുർആനിനെ ഹജ്ർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ സംസാരിക്കുക, ബഹളം വെക്കുക, വേറെ സംസാരത്തിൽ ഏർപ്പെടുക എന്നത് സൂക്ഷിക്കേണ്ട കാര്യമാണ്, ഗുരുതരമായൊരു കാര്യമാണ്. ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരാണ്. വതർകു ഇൽമിഹി വഹിഫ്ളിഹി അയ്ദൻ മിൻ ഹിജ്റാനി. ഖുർആനെ അവർ മഹ്ജൂറാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആ ആശയ വൈപുല്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഭാഗം വായിക്കുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്? വതർകു ഇൽമിഹി വഹിഫ്ളിഹി, ഖുർആൻ പഠിക്കുക, അത് മനഃപ്പാഠമാക്കുക, ഇതൊക്കെ ഒഴിവാക്കലും എന്താണ്? ഖുർആനിനെ ഹജ്ർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. വതർകുൽ ഈമാനി ബിഹി വതസ്ദീഖിഹി മിൻ ഹിജ്റാനിഹി, ഖുർആനിൽ വിശ്വസിക്കുക, പൂർണ്ണമായ വിശ്വാസം. ഒരല്പം ഏതെങ്കിലും വശം നമുക്ക് സംശയമുണ്ട്, ഓരോരോ വിശ്വാസക്കുറവ് എവിടെയെങ്കിലും, അനന്തരാവകാശ നിയമം വിശദീകരിച്ചെടുത്ത്, അല്ലെങ്കിൽ വ്യഭിചാരിയെയും വ്യഭിചാരിണിയെയും എറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ അവർക്ക് ഹദ്ദിൻ്റെ കഠിനമായ ശിക്ഷകൾ കൊടുക്കണം. വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ, മോഷണം നടത്തുന്നവനെയും ആണിനെയും പെണ്ണിനെയും അവരുടെ കൈകൾ മുറിക്കണം, ശിക്ഷാ നിയമങ്ങൾ. അതുപോലുള്ള പല പല കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതൊക്കെ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്യുന്നിടത്ത് ഒരല്പം ഒരു മനസ്സിൽ എന്തെങ്കിലും ഒരല്പം അനുഭവപ്പെടുന്നുണ്ടോ? ഒരു യോജിക്കാത്തൊരു അവസ്ഥ? എന്നാൽ മനസ്സിലാക്കുക, നമ്മുടെ ഈമാൻ പൂർണ്ണമല്ല. ഖുർആൻ ഹജ്ർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണത്. വതർകു അൽ ഈമാനി ബിഹി വതസ്ദീഖിഹി മിൻ ഹിജ്റാനി വതർകു തദബ്ബുരിഹി വതഫഹുമിഹി മിൻ ഹിജ്റാനി. അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ച അതിനു വേണ്ടിയല്ലേ. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അല്ലാഹു പറയാണ്, നാം ഈ ഖുർആനിനെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു നിൽക്കുന്നു, അത് അനുഗ്രഹീത ഗ്രന്ഥമാണ്, മുബാറക്കാണത്. എന്തിനു വേണ്ടി? ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ കുറിച്ച് അവർ ചിന്തിക്കുവാൻ വേണ്ടി. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിടപ്പെട്ടിരിക്കുകയാണോ? വേറെ സ്ഥലത്ത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുവാൻ തയ്യാറാവുന്നില്ലേ? അതെങ്ങാനും അള്ളാഹുവിൽ നിന്നല്ല മറ്റെവിടെ നിന്നെങ്കിലും അവതരിച്ച വേറെ ആരെങ്കിലും എഴുതി വെച്ചതോ പറഞ്ഞതോ ആയ ഒരു തത്വസംഹിതയായിരുന്നു, അങ്ങനെയുള്ള ഒരു ആശയമായിരുന്നു, അങ്ങനെയുള്ള ഒരു ഗ്രന്ഥമായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുമായിരുന്നു. ഖുർആനിൽ നിങ്ങൾക്ക് എവിടെയും ഒരു വൈരുദ്ധ്യം കാണുവാൻ കഴിയുകയില്ല. ഒരിടത്ത് മൊത്തത്തിൽ പറഞ്ഞത്, മറ്റൊരിടത്ത് അതിൻ്റെ വിശദമായ രൂപം കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ധാരാളമായി അള്ളാഹു ആവർത്തിച്ച് വിശദീകരിക്കുന്നുണ്ട്. പലയിടത്തും പല സംഭവങ്ങൾ, ചിലയിടത്ത് സൂചന മാത്രം, മറ്റൊരിടത്ത് അതിൻ്റെ വിശദമായ രൂപം, അങ്ങനെ പലതും പലതും. ഖുർആൻ യഅലു വലാ യുഅല, അല്ലേ? ശത്രുക്കളാണ് പറയുന്നത്, അത് ഉയർന്നുകൊണ്ടിരിക്കും, അതിൻ്റെ മേലെ മറ്റൊന്നും ഉയരുകയില്ല. ലാ തൻഖദി അജായിബുഹു, അതിലെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. എത്ര എത്ര സംഭവങ്ങൾ, ചിലതൊക്കെ ഞാൻ സൂചിപ്പിക്കാം. ഇമാം ഇബ്നു കസീർ പറയുകയാണ്, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, പഠിക്കാതിരിക്കുക, ഉറ്റാലോചിക്കാതിരിക്കുക എന്നതും എന്താണ്? ഹിജ്റാനിൽപ്പെട്ടതാണ്, അതിനെ ഹജ്ർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. വതർകുൽ അമലി ബിഹി വംതിസാലി അവാമിരിഹി വജ്തിനാബി സവാജിരിഹി മിൻ ഹിജ്റാനിഹി,
ഖുർആനിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക, അതിലെ വിരോധങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുക, അതൊക്കെയും ഖുർആനിനെ ഹജ്ർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. വൽ അദൂലു അൻഹു ഇലാ ഗൈരിഹി, ഗൗരവത്തിലെടുക്കുക. എന്താ പറയുന്നത്? തെറ്റിപ്പോവുക, അങ്ങോട്ടൊന്ന് വ്യതിചലിച്ച് മാറി നിൽക്കുക. എങ്ങോട്ട്? ഇലാ ഗൈരിഹി, ഖുർആൻ അല്ലാത്ത വേറെ പ്രത്യയശാസ്ത്രത്തിലേക്ക്, ചിന്താഗതികളിലേക്ക്. മിൻ ശിഅരിൻ ഔ ഖൗലിൻ ഔ ഗിനാഇൻ ഔ ലഹ്വിൻ ഔ കലാമിൻ, പദ്യം, കവിത, അതുപോലെ മറ്റു വല്ല സംസാരവും, മറ്റു മഹദ്വചനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു, അവൻ പറഞ്ഞു, ഇന്ന ഫിലോസഫർ പറഞ്ഞു, അയാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്ത് പറയാറില്ലേ? അതിനൊക്കെയാണ് വലിയ സ്ഥാനം കൽപ്പിക്കുന്നത്. അതുപോലെ സംഗീതം, വിനോദം, മറ്റു വല്ല സംസാരവും. പിന്നെ പറയുന്നതോ ഔ ത്വരീഖത്തിൻ മഖൂദത്തിൻ മിൻ ഗൈരിഹി, അതിൽ നിന്നല്ലാതെ പിടിച്ചെടുക്കപ്പെട്ട, സ്വീകരിക്കപ്പെട്ട എന്തെങ്കിലും മാർഗം, ഖുർആനിൻ്റേതല്ലാത്ത മറ്റേതെങ്കിലും പ്രത്യയശാസ്ത്രം എന്ന് തന്നെ, അതൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ, അതിലേക്കൊക്കെ തെറ്റിപ്പോവുകയാണെങ്കിൽ അറിയുക മിൻ ഹിജ്റാനിഹി, ഖുർആനിനെ ഹജ്ർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവലാതിപ്പെട്ട ഈ വിഭാഗത്തിൽ നമ്മളും അംഗമാണ് എന്നർത്ഥം. അതുകൊണ്ട് ഇമാം ഇബ്നു കസീർ അവസാനിപ്പിക്കുകയാണ്, ഫനസ്അലുല്ലാഹൽ കരീം അൽ മന്നാൻ അൽ ഖാദിർ അലാ മാ യശാ അൻ യുഖല്ലിസനാ മിമ്മാ യുസ്ഖിതുഹു വയസ്തഅമിലനാ ഫീമാ യുർദി മിൻ ഹിഫ്ളി കിതാബിഹി വഫഹ്മിഹി വൽ ഖിയാമി ബിമുഖ്തദാഹ് ആനാ അൽ-ലൈലി വഅത്റാഫ അൻ-നഹാർ. അതുകൊണ്ട് മഹാനായ ഔദാര്യവാനായ അനുഗ്രഹദാതാവായ എല്ലാറ്റിനും കഴിവുള്ള പടച്ച തമ്പുരാനോട് ചോദിക്കുകയാണ്, തേടുകയാണ്. അവനെ കോപിപ്പിക്കുന്ന, അവൻ്റെ ശിക്ഷയ്ക്ക് വിധേയമായിത്തീരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാനും, അവന് തൃപ്തികരമായ കാര്യങ്ങളിൽ നമ്മളെ അവൻ ഉപയോഗപ്പെടുത്തുവാനും, നമ്മളെ വ്യാപൃതരാക്കുവാനും, ഏതുപോലെ ഖുർആൻ പഠിക്കുക, ഹിഫ്ലാക്കുക, വഫഹമി, അത് മനഃപ്പാടമാക്കുക, അത് ഗ്രഹിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുവാനും, വൽ ഖിയാമി ബിമുഖ്തദാഹു, അതിൻ്റെ തേട്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനും, ആനാ അൽ-ലൈലി വഅത്റാഫ അൻ-നഹാർ, രാപകലുകൾ ഭേദമന്യേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുവാനും അവൻ നമുക്ക് തൗഫീഖ് ചെയ്യുവാൻ വേണ്ടി അവനോട് പ്രാർത്ഥിക്കുകയാണ്. അലൽ വജ്ഹില്ലദി യുഹിബ്ബുഹു വയർദാ, അവൻ ഇഷ്ടപ്പെട്ട, അവന് തൃപ്തികരമായ മാർഗമനുസരിച്ച്. ഇന്നഹു കരീമുൻ വഹാബ്, നിശ്ചയമായും അവൻ മഹാ ഔദാര്യവാനാണ്, മഹാ ഔദാര്യം ചെയ്യുന്ന ദാതാവാണ്, അനുഗ്രഹദാതാവാണ് അവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, വളരെ നല്ലതായ, വളരെ ബൃഹത്തായ, അങ്ങേയറ്റം നാം ചിന്തിക്കേണ്ടതായ ഒരു വചനവും അതിൻ്റെ വ്യാഖ്യാനവുമാണിത്. ഇമാം ഇബ്നുൽ ഖയ്യിം ഹജ്ർ ചെയ്യുന്നതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ വിശദീകരിച്ചതായി വേറെയും കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ്, ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, ഖുർആൻ നമ്മളുടേതായിരിക്കണം. ഖുർആനെ വിമർശിക്കുവാൻ വേണ്ടി മറ്റുള്ളവർ പഠിക്കുന്നു, അവർ മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, അവർ അങ്ങനെ മഹാപണ്ഡിതന്മാരായി മാറുന്നു, അവസാനം അവരെന്തായി തീരുന്നു? ഖുർആൻ പരിഭാഷ വരെ എഴുതിയ മുഹമ്മദ് പിക്താലിൻ്റെ ഒക്കെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയുള്ള മഹാപണ്ഡിതന്മാരായി മാറുന്നു. അബ്ദുള്ള മിയോർക്കി എന്ന ഒരു മഹാപണ്ഡിതൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഒരു 600 വർഷം മുമ്പാണ് അയാൾ ജീവിച്ചിരുന്നത്. അയാൾ ആരായിരുന്നു? മുസ്ലിങ്ങൾക്ക് നഷ്ടമായ സ്പെയിനിൽ, പിൽക്കാലത്ത് വന്ന സ്പെയിനിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ നീട്ടി പറയുന്നില്ല. അദ്ദേഹം വളരെ നല്ല ബുദ്ധിമാനായ, നല്ല മനഃപ്പാഠവായോഭവമുള്ള, നല്ല കഴിവുള്ള ഒരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് മാതാപിതാക്കൾ തീരുമാനിച്ചു, ഒരു പർണശാലയിൽ അല്ലെങ്കിൽ ഒരു മഠത്തിൽ, ക്രിസ്തീയ മഠത്തിൽ അവനെ കൊണ്ടുപോയി അവിടെ ചേർക്കുക, അവൻ ബൈബിളൊക്കെ പഠിച്ച് നല്ല പണ്ഡിതനായി വരട്ടെ എന്നും പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ആക്കിയതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അയാൾ പഠിച്ച് വളർന്നു അങ്ങനെ എന്തായി അവസാനം അയാൾ ചരിത്രം പറയുന്നത്, വെക്കേഷനിൽ വീട്ടിലേക്ക് വരില്ല, വീട്ടുകാർ അങ്ങോട്ട് പോകുന്നു. അത്രക്ക് ആ ബന്ധം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ അങ്ങേയറ്റം ശ്രദ്ധിച്ചു എന്നാണ് പറയുന്നത്. പഠിച്ചു വളർന്ന അവസാനം എന്തായി? ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു പാസ്റ്റർ, അവിടെ അറിയപ്പെട്ട അയാൾ വന്നിട്ട് ഇവനെ അയാളുടെ ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇവനെ എനിക്ക് വേണം. 16-ാം വയസ്സിലോ മറ്റോ നടന്ന സംഭവമാണ്. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് എന്തായി?
അവിടെ അവൻ വലിയ പണ്ഡിതനായി അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ വലിയ വലിയ സംരംഭങ്ങളിലും പഠന യോഗങ്ങളിലും സമ്മേളനങ്ങളിലുമൊക്കെ പങ്കെടുക്കും. അങ്ങനെ ഒരു വലിയ സമ്മേളനം, അതിലേക്ക് എല്ലാ ക്രിസ്തീയ പുരോഹിതന്മാരും പങ്കെടുക്കുന്നതായ ആ സമ്മേളനത്തിൽ അദ്ദേഹം പോകേണ്ടതിന് പകരം ഇവനെ പറഞ്ഞേക്കുകയാണ്. അവനവിടെ വളർന്നു, അവിടെ തന്നെ കഴിഞ്ഞുകൂടി ഒരു 25-ാമത്തെ വയസ്സിലോ മറ്റോ നടന്ന സംഭവം. അങ്ങനെ അവൻ അവിടെ പോകുന്നു. അവിടെ വെച്ച് ചർച്ച വരുന്നു. എന്താണ് ചർച്ച? ഫാറഖലീത്ത എന്ന പദം എന്തിനെ കുറിക്കുന്നു? അത് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് വരുമെന്നതിനുള്ള സൂചനയാണ്. ഇൻജീലിൽ പറഞ്ഞിട്ടുള്ള ആ പദപ്രയോഗം, അതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുകയാണ് പണ്ഡിതന്മാർ, പുരോഹിതന്മാർ. അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവസാനം എവിടെയും എത്തിയില്ല, ഒരു തീർപ്പിലും എത്താൻ അവർക്ക് സാധിച്ചില്ല. അവർ പലരും പലതും പറഞ്ഞു. ചിലർ യഹ്യാ നബിയാണെന്ന് പറഞ്ഞു, മറ്റു പല പ്രവാചകന്മാരുടെയും പേര് പറഞ്ഞു. അങ്ങനെ ഇവൻ രാത്രി തിരിച്ചു വന്നു. ചർച്ചിലെത്തിയപ്പോൾ പുരോഹിതൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇന്നത്തെ നിങ്ങളുടെ ചർച്ചയൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇന്ന് എന്തായിരുന്നാലും നിങ്ങൾ പങ്കെടുക്കേണ്ടതായ ഒരു സമ്മേളനമായിരുന്നു, അത്രക്ക് ചൂടേറിയ ചർച്ച അവിടെ ഉണ്ടായി, ഒരു തീർപ്പിലെത്താൻ സാധിച്ചില്ല എന്ന് പറയുകയുണ്ടായി. അപ്പം എന്താണ് അത്? ഈ പദമാണ് ഫാറഖലീത്ത. പെരാക്ലിയസ് എന്നോ മറ്റോ ഈ ഇൻജീലിൻ്റെ ബൈബിൾ ഭാഷയിൽ പറയുന്ന ആ പദം, അതിനെക്കുറിച്ചാണ് അവിടെ ചർച്ച നടന്നത്. ആരാണെന്ന് ആർക്കും ഒരു വിധി പറയാൻ സാധിക്കാതെ അങ്ങനെ പിരിഞ്ഞു പോയതാണ്. നിങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിലൊരു തീർപ്പ് പറയാൻ സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണത്? അവൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ്, അതാരാണെന്ന് ഇപ്പം നീ അറിയണ്ട, നീ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണ്ട. അപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് കേണപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. കാൽക്കൽ വീണ് കരഞ്ഞു പറഞ്ഞു, അങ്ങയോട് ഞാൻ ഇതുവരെ എന്തെങ്കിലും ഭൗതികമായ സൗകര്യങ്ങളോ എന്തെങ്കിലും ഒരാവശ്യം നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണർത്തിച്ചിട്ടില്ല, നിങ്ങളോട് തേടിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നേ പറ്റൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് മുഹമ്മദാണ്. അപ്പോൾ അവൻ ചോദിച്ചു, അറബികളുടെ പ്രവാചകനോ? അറബികൾ പറയുന്ന ആ പ്രവാചകനാണോ? അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പോൾ എന്താ നിങ്ങളത് തുറന്നു പറയാത്തത്? നീ ഒരു കാര്യം ചെയ്യണം, ഞാനിത് പറഞ്ഞതായി ആരോടും നീ പറയാൻ പാടില്ല. ഞാൻ മരണപ്പെട്ടതിന് ശേഷം നീ പറഞ്ഞോ. കാരണം എൻ്റെ സ്ഥാനമാനങ്ങൾ നീ കാണുന്നില്ലേ, ഇതൊക്കെ എനിക്ക് നഷ്ടമാകും. അവസാനം ഞാനൊരു മുസ്ലിമായി മാറേണ്ടി വരും. ഞാൻ ഏതെങ്കിലും ഒരു പള്ളിയുടെ മൂലയിൽ വിശന്ന വയറുമായിട്ട് ചുരുണ്ടുകൂടി കഴിയേണ്ടി വരും. അതുകൊണ്ട് നീ അത് ഇപ്പോൾ ആരോടും തുറന്നു പറയണ്ട. പക്ഷേ ഞാനത് പഠിക്കുവാനും അതിനെക്കുറിച്ച് അറിയാനും ഉൾക്കൊള്ളുവാനും ഒക്കെ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ? അവസാനം അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണ് നിൻ്റെ തീരുമാനമെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ. എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ടുണീഷ്യയിൽ, നീ അവിടെ പോയിക്കോ. എന്നിട്ട് അദ്ദേഹം അവരുമായിട്ട് കൂടിയിരുന്നിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി നിൻ്റെ മാർഗം നീ ഇഷ്ടപ്പെടുന്നത് നീ സ്വീകരിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ടുണീഷ്യയിലേക്ക് യാത്ര പോവുകയാണ്. അവിടെ വെച്ച് അബ്ദുള്ള അൽ മിയോർക്കി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട്, മിയോർക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്പെയിനിലുള്ള ഒരു നാടായിരുന്നു, ആ നാട്ടുകാരൻ എന്നർത്ഥത്തിലാണ്. അങ്ങനെയാണ് അയാൾ ഒരു ഗ്രന്ഥം രചിക്കുന്നത്, റദ്ദു അല അഹ്ലി സലീബ്, ഇത്ഹാഫുൽ അരീബ് ഫിർ റദ്ദി അല അഹ്ലി സലീബ് എന്ന് പറഞ്ഞുകൊണ്ട് സലീബുകാർക്ക്, കുരിശുകാർക്ക് ഉള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം രചിക്കുന്നു. അപ്പോഴേക്കും നാട്ടിലാകെ പ്രചരിപ്പിക്കപ്പെട്ടു, അവൻ മതം മാറിപ്പോയി, അവന് വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് അവൻ പോയത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല പല ആരോപണങ്ങളും അവനെക്കുറിച്ച് പറയപ്പെട്ടു എന്നാണ്. അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായത്. അപ്പോൾ ചുരുക്കി പറയാം, ഇവരൊക്കെ ഖുർആനിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വന്നവരാണ്. എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമുക്ക് സംഭവങ്ങൾ പലതും നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. വലീദ് ഇബ്നു മുഗീറയുടെ സംഭവം സൂറത്തിൽ മുദ്ദസ്സിറിൽ നമുക്ക് കാണാം. ദർനി വമൻ ഖലഖ്തു വഹീദ, ഏകനായി ഞാൻ സൃഷ്ടിച്ച അവനെ നീ വിട്ടേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഖുർആൻ അവതരിപ്പിക്കുകയാണ്. ദർനി വമൻ ഖലഖ്തു വഹീദ വജഅൽതു ലഹു മാലൻ മംദൂദ വബനീന ശുഹൂദ വമഹ്ഹദ്തു ലഹു തംഹീദ ثم يطمع أن أزيد
കല്ല ഇന്നഹു കാന ലിആയാതിനാ അനീദ സഉർഹിഖുഹു സഊദ ഇന്നഹു ഫക്കറ വഖദ്ദറ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر ثم عبس وبسر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر إن هذا إلا قول البشر سأصليه سقر وما أدراك ما سقر لا تبقي ولا تذر لواحة للبشر عليها 19 ഇതൊക്കെയും ഈ വചനങ്ങൾ മുഴുവനും വലീദ് ഇബ്നു മുഗീറയെ കുറിച്ച് ഇറങ്ങിയതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ദൗത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടി അവർ പറഞ്ഞയച്ച വ്യക്തിയായിരുന്നു വലീദ് ഇബ്നുൽ മുഗീറ. വലീദ് ഇബ്നുൽ മുഗീറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നീ ഇത് നിർത്ത്, നീ എന്താണ് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാവരെയും ഭിന്നിപ്പിച്ചു, പ്രശ്നങ്ങളുണ്ടാക്കി, മക്കയിലാകെ കുഴപ്പം. എന്താണ് നിനക്ക് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഇത് കേട്ട മാത്രയിൽ അവൻ പറഞ്ഞു, അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് സദസ്സിൽ ഖുറൈശികൾ മുശ്രിക്കുകളുടെ അടുത്ത് പോയി പറഞ്ഞത്, ഇത് നിങ്ങൾ പറയുന്നത് പോലെ കളവ് വാക്കൊന്നുമല്ല. അവൻ്റെ സ്വയം കെട്ടിയുണ്ടാക്കിയ വചനങ്ങളോ മാരണമോ ഒന്നും തന്നെയല്ല എന്ന് പറയുകയുണ്ടായി. പക്ഷെ ഉടനെ തന്നെ അവർ ശക്തമായി പ്രതികരിക്കുകയും അയാൾ മാറ്റിപ്പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആദ്യം അയാൾ പറഞ്ഞത് മാഹാദ സിഹർ എന്നാ പറഞ്ഞത്, മാഹാദ സിഹ്റു യുസർ, അനന്തരമായി എടുക്കപ്പെടുന്ന മാരണമല്ല എന്ന് അയാൾ പറഞ്ഞ വാക്ക് മാറ്റിപ്പറയാണ് വായ കൊണ്ട്. അതിനെയാണ് അള്ളാഹു ആക്ഷേപിച്ചത്. ഇന്നഹു ഫക്കറ വഖദ്ദറ, ചിന്തിച്ചു, അവൻ കണക്ക് കൂട്ടി എന്തൊക്കെയാണ് ഈ ഭൗതിക ലോകത്ത് എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഫഖുതില, അവൻ നശിക്കട്ടെ. കൈഫ ഖദ്ദറ, എങ്ങനെയാണ് അവൻ കണക്ക് കൂട്ടിയത്. സുമ്മ ഖുതില, വീണ്ടും അവൻ നശിച്ചു പോകട്ടെ. കൈഫ ഖദ്ദർ സുമ്മ നദറ, പിന്നെ അവൻ നോക്കി ആലോചിച്ചു. സുമ്മ അബസ വബസർ, അവൻ്റെ നെറ്റി ചുളിച്ചു, മുഖം ചുളിച്ചു. ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുസർ, ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യൻ്റെ വാക്ക് മാത്രമാണ്. ആദ്യം പറഞ്ഞ മനുഷ്യൻ്റെ വാക്കല്ല എന്നാണ് അവരോട് പറഞ്ഞത്. പിന്നെ അവൻ തിരുത്തി പറയുക. അതിനെക്കുറിച്ചാണ് അള്ളാഹു എടുത്ത് പറയുന്നത് വലീദ് ഇബ്നുൽ മുഗീറയെ കുറിച്ച്. ഉത്ബ ഇബ്ൻ റബീഅ കൊടിയ ശത്രുക്കളുടെ നേതാവായ വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്താ മുഹമ്മദ്, എന്താണ് നീ ഇവിടെ ചെയ്തു കഴിഞ്ഞിട്ടുള്ളത്? നിന്റെ ബാപ്പ അബ്ദുള്ള നിന്നേക്കാളും ഉത്തമനല്ലേ? നിന്നേക്കാളും ഖൈറായ വ്യക്തിയല്ലേ അയാൾ എത്ര ഇലാഹുകളെ ആരാധിച്ചിട്ടുണ്ട്. നിന്റെ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. ഫസക്കത്താണ് റിവായത്ത് പറയുന്നത്. വീണ്ടും ചോദിച്ചു, നിന്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ്, എന്താ നിനക്ക് പറയാനുള്ള അബ്ദുൽ മുത്തലിബിനെ കുറിച്ച്? അയാൾ കുറേ ആരാധിച്ചിട്ടുണ്ടല്ലോ, പല ബിംബങ്ങളെയും ദൈവങ്ങളെയും ആരാധിച്ചിട്ടുണ്ടല്ലോ, നീ എന്ത് പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടിയില്ല, ഒരു മറുപടിയും നൽകിയില്ല. നീ കുഴപ്പം സൃഷ്ടിച്ചു, നീ ഇവിടെ ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി, വാളോങ്ങുന്ന അവസ്ഥയിലോളം നീ ഈ പ്രശ്നങ്ങളൊക്കെ എത്തിച്ചു. നിനക്ക് എന്താ വേണ്ടത്? പണമാണോ? അത് തരാം. സൗന്ദര്യമുള്ള വല്ല പെണ്ണിനെയും വിവാഹം കഴിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? അത് നമ്മൾ സാധിപ്പിച്ചു തരാം. നിനക്കെന്താ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടിയില്ല. അയാളുടെ സംസാരം അവസാനിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഫുസ്സിലത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം. കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യുഅ്മിനൂൻ. അവിടെ നിന്ന് ഇങ്ങനെ ഓതി അവസാനം ഇവിടെ എത്തി. فإن أعرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود. അവർ പിന്മാറിപ്പോവുകയാണെങ്കിൽ നീ അവരോട് പറഞ്ഞേക്ക്, ഘോരമായ ശിക്ഷ, ആദിനും സമൂദിനും വന്നുപെട്ടിട്ടുള്ള കഠിനമായ ശിക്ഷ അവരെ പിടികൂടും എന്ന് നീ അവരോട് പറഞ്ഞേക്ക് എന്ന് പറയുന്ന വചനം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. ഹസ്ബുക്ക് എന്നാ പറഞ്ഞു. മിണ്ടല്ല, നിർത്തു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ പൊത്തിയെന്ന്. ഹസ്ബുക്ക് എന്ന് ആവർത്തിച്ച് പറഞ്ഞ അവസാനിപ്പിക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് പോയി.
അയാൾ ഉടനെ തന്നെ സദസ്സിലേക്ക് ചെന്നില്ല എന്ന് പറഞ്ഞു. വളരെ താമസിച്ചാണ് പിന്നീടാണ് അയാൾ ചെല്ലുന്നത്. അങ്ങനെ അയാളും അവിടെ പോയി ബോധ്യപ്പെട്ട കാര്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ അയാൾ വിശ്വസിച്ചിട്ടില്ല. വലീദ് ഇബ്നു മുഗീറ വിശ്വസിച്ചിട്ടില്ല, ഉത്ബ വിശ്വസിച്ചിട്ടില്ല. എന്നാൽ തന്നെയും മുശ്രിക്കുകളെ ആകമാനം സ്വാധീനിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പരിശുദ്ധ ഖുർആൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുന്നത് എന്താ? വീട്ടിൽ വെച്ച് ഖുർആൻ ഓതും. വീട്ടിലല്ല, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരം വീട്ടിൽ വരും, കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല അവസ്ഥയിൽ മുസ്ലിങ്ങളാണ്, ആരും വീട്ടിലെല്ലാവരും. അങ്ങനെ ഒറ്റക്കായി ആരാധിക്കുവാനും ഒരു നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ചെറിയ ഒരു ഭവനമുണ്ടാക്കി, ഒരു പള്ളി പോലെ. അങ്ങനെ അതിൽ വെച്ച് ഖുർആൻ ഓതും. വക്കാന ബക്കാഅൻ എന്ന് പറഞ്ഞു. അദ്ദേഹം ഖുർആൻ ഓതിയാൽ ഉടനെ കരയുന്ന പ്രകൃതമുള്ള ആളായിരുന്നു. അവിടെ വെച്ച് ഖുർആൻ ഓതും. ചുറ്റും എല്ലാവരും ഒരുമിച്ച് കൂടും, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും അബൂബക്കറിൻ്റെ പാരായണം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുമായിരുന്നു എന്ന് പറയുകയാണ്. അവസാനം അവരത് തടഞ്ഞു. ഈ പരിപാടി പറ്റൂല, നിർത്തണം എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി നടക്കുകയാണ്, എങ്ങോട്ടെന്നില്ലാതെ പോവുകയാണ്. ഹബശയിലേക്കാണെന്ന് പറയുന്നു. പോകുന്ന വഴിയിലാണ് ഇബ്നു ദുഗന്ന എന്ന വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിർത്തുന്നത്. എങ്ങോട്ടാ പോകുന്നത്? എൻ്റെ ജനത എന്നെ പുറത്താക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ് എൻ്റെ റബ്ബിനെ ആരാധിക്കുവാൻ പറ്റുന്ന ഒരു മാർഗം തേടിക്കൊണ്ട്. അപ്പോൾ അയാൾ പറയുകയാണ്, എല്ലാ സംരക്ഷണവും ഞാൻ താങ്കൾക്ക് നൽകിയിരിക്കുന്നു, താങ്കൾ ഈ മക്ക വിട്ടു പോകാൻ പാടില്ല. ഈ നല്ല നാട്ടിൽ നിന്ന് താങ്കളെപ്പോലെയുള്ള നല്ല ആളുകൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ആകെ കുഴപ്പമാണ് സംഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തടയുകയും തിരിച്ച് അദ്ദേഹം മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയും വീണ്ടും ആരാധനകളുമായി തുടരുകയും ചെയ്തു. സൂറത്തുൻ നജ്മ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുത്ത് വെച്ച് പാരായണം ചെയ്തു. സൂറത്തുൻ നജ്മ് അങ്ങനെ ഓതി 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 ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യൂ, അവനെ ആരാധന നിർവഹിക്കൂ, അവനെ ആരാധിക്കൂ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ സുജൂദിലേക്ക് പോയി. സുജൂദ് ചെയ്യേണ്ട വചനമാണിത്, തിലാവത്തിൻ്റെ സുജൂദുള്ള വചനം, സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത്. സഹാബികൾ സുജൂദ് ചെയ്തു. ഇത് കേട്ട മുശ്രിക്കുകൾ എല്ലാവരും സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ എടുത്തുദ്ധരിച്ച സംഭവമാണ്. എല്ലാവരും സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞത്. അവർ വിശ്വസിച്ചിട്ട, പക്ഷേ അവർക്ക് അങ്ങേയറ്റം ഈ ഖുർആൻ അവരിൽ സ്വാധീനം ചെലുത്തിയിരുന്നു മുശ്രിക്കുകൾ. ഒരു പ്രായമായ ഒരാളെക്കുറിച്ചും റിവായത്തിൽ പറയുന്നു, അയാൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. അയാൾ എന്നിട്ട് കുറച്ച് നിലത്തുനിന്ന് എന്തോ മണ്ണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തടവി എന്ന് പറഞ്ഞു. എല്ലാവരും മണ്ണിൽ സാഷ്ടാംഗം നമിച്ചപ്പോൾ 7 അവയവങ്ങൾ വെച്ച് സുജൂദിൽ വീണപ്പോൾ അദ്ദേഹം അതിനു പകരം മണ്ണ് തൊട്ടിട്ട് ഇങ്ങനെ തടവി. അയാൾക്ക് അത്രേ കഴിയുള്ളൂ. അത്രക്ക് അവരെ സ്വാധീനിച്ച പരിശുദ്ധ ഖുർആൻ. നമ്മൾ ഓതുന്നവരുണ്ട്, തീരെ ഓതാത്തവരുണ്ട്, കുറച്ചൊക്കെ എന്തൊക്കെയോ അവിടുന്ന് ഇവിടുന്ന് മനഃപ്പാഠമാക്കിയവരുണ്ട്, കുറച്ചൊക്കെ സൂറത്തുകൾ ചില വാക്കുകളൊക്കെ അർത്ഥം പഠിച്ചവരുണ്ട്. എന്നാൽ അതിൻ്റെ പൂർണ്ണമായ വ്യാഖ്യാനം, അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അഹ്കാമുകൾ, ആദാബുകൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, അതിൻ്റെ അവതരണ പശ്ചാത്തലം, സബബുൻ നുസൂൽ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ഖുർആനിൽ നിന്ന് നമുക്ക് നേടിയെടുക്കുവാനുണ്ട്. ലാ തൻഖദി അജായിബുഹു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല. ഒരു പ്രാവശ്യം നാം വായിച്ച് മനസ്സിലാക്കി വെച്ച് പോയി, രണ്ടാമതും അതേ വചനം തന്നെ നിങ്ങളെടുത്ത് വായിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കും. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ. അത് മടുപ്പുളവാകുകയില്ല. എത്ര തന്നെ ആവർത്തിച്ച് നാം വായിക്കുകയാണെങ്കിലും പാരായണം ചെയ്താലും പഠിച്ചാലും അതിൻ്റെ ഇൽമുകൾ അവസാനിക്കുകയില്ല, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകൾ അവസാനിക്കുകയില്ല, അത് നമുക്ക് മടുപ്പുളവാകുകയുമില്ല. എന്ന് മാത്രമല്ല, അങ്ങേയറ്റം പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥവും നാം അത് പാരായണം ചെയ്യേണ്ടതല്ലേ? നാം കഴിവിൻ്റെ പരമാവധി കുറച്ചെങ്കിലും മനഃപ്പാഠമാക്കേണ്ടതല്ലേ? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്?
മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു വഅമില ബിഹി. ഇത് പ്രായമുള്ള ആളുകൾക്കൊക്കെ ബാധകമാണെന്ന് പറയും. ചെറിയ കുട്ടികൾക്ക് മാത്രമേ, എപ്പോഴും ചെറിയ കുട്ടികളെ മാത്രം നല്ല ഹാഫിളീങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. നല്ല കാര്യം തന്നെയാണ്. തീർച്ചയായും നമ്മൾ കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിക്കണം. തീർച്ചയാണ്. ഇന്നത്തെ മൊബൈലിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും വ്യാപനം നടന്ന അതുപോലെ ഫസാദിൻ്റെ മാർഗങ്ങൾ മലർക്കെ തുറക്കപ്പെട്ടിട്ടുള്ള, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഖുർആനിലേക്ക് അവരുടെ മനസ്സിനെ തിരിച്ചുവിടുക. എന്താ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? മൻ ഖറഅൽ ഖുർആൻ, ഖുർആൻ ആര് പാരായണം ചെയ്തുവോ, വതഅല്ലമഹു അത് പഠിച്ചുവോ, വഅമില ബിഹി ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുകയും ചെയ്തുവോ, ഇതിൻ്റെ പ്രതിഫലം നമുക്ക് ഏതായിരുന്നാലും ഉണ്ടാവുക. ചെയ്യുന്നവർക്ക് വലിയ മഹത്തായ പ്രതിഫലമുണ്ട്. പാരായണം ചെയ്യുന്ന അവസാനത്തെ വചനത്തിൻ്റെ അവിടെയാണ് സ്ഥാനം. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഉൽബിസ വാലിദാഹു യൗമൽ ഖിയാമ താജം മിൻ നൂർ, അവരുടെ ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് പ്രകാശത്താലുള്ള കിരീടമണിയിക്കപ്പെടുന്നതാണ് പരലോകത്ത് വെച്ചിട്ട്. ദൗഉഹു മിസ്ല ദൗഇ ശംസ്, സൂര്യൻ കത്തിത്തിളങ്ങുന്നത് പോലെ തിളങ്ങുന്ന പ്രകാശമുള്ള. വയുക്സാ വാലിദാഹു ഹുല്ലതൈൻ, അവർക്ക് രണ്ട് പ്രത്യേകമായ ഉടയാടകൾ അണിയിക്കപ്പെടുന്നു. അങ്ങനെ അവർ ഈ അവസ്ഥ കണ്ടിട്ട് മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത. എന്താപ്പം ഇത്? ഫയഖൂലാൻ, അവരവിടെ വെച്ച് ചോദിക്കുന്ന, ബിമ ഖുസീന, ഞങ്ങൾക്കെന്താ ഇങ്ങനെ ഒരു പ്രത്യേകമായ വസ്ത്രം ധരിപ്പിക്കപ്പെട്ടത്? ഫയുഖാൽ, അവിടെ വെച്ച് പറയപ്പെടുന്നതാണ്, ബി അഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞ്, മകൻ അല്ലെങ്കിൽ മകൾ ഖുർആൻ സ്വീകരിച്ച കാരണത്താൽ, ഖുർആൻ അവൻ കൊണ്ടുപിടിച്ച് അത് പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കത് അണിയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഹദീസിനെ ഇമാം അൽബാനി സഹീഹാക്കി അദ്ദേഹത്തിൻ്റെ സഹീഹ് തർഗീബ് തർഹീബിലൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മുസ്ലിമിൻ്റെ ഷർത്ത് പ്രകാരം അത് സഹീഹാണെന്ന് പണ്ഡിതന്മാർ വിധി പറഞ്ഞിട്ടുള്ള ഹദീസ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന അബൂ ഹുറൈറ യഖൂൽ അൽ ബൈതു ഇദാ തുലിയ ഫീഹി കിതാബുല്ലാഹ്, ഒരു വീട്ടിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ഇത്തസഅ ബി അഹ്ലിഹി, നമ്മുടെ വിഷയം അതാണല്ലോ, ഖുർആൻ വസന്തം. ഇത്തസഅ ബി അഹ്ലിഹി, അതിൻ്റെ ആ വീട്ടുകാരെയും കൊണ്ട് അതിങ്ങനെ വിശാലമാകും. ആ വീട്ടിൽ വിശാലത അനുഭവപ്പെടും. ഞെരുക്കത്തിന് പകരം വിശാലത അനുഭവപ്പെടും. വകസുറ ഖൈറുഹു, ആ വീടിൻ്റെ ഖൈർ വർദ്ധിക്കും. വഹദറത്ഹുൽ മലായിക, ആ വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും. വഖറജത് മിൻഹു ശയാത്തീൻ, പിശാചുക്കൾ അവിടെ നിന്ന് പുറത്തേക്ക് ഓടിപ്പോകും. വൽ ബൈത്തുല്ലദീ ലം യുത്ല ഫീഹി കിതാബുല്ലാഹ് ضاق ബിഅഹ്ലി, ഖുർആൻ പാരായണം പെടാത്ത വീടാണെങ്കിലോ അത് അതിൻ്റെ ആളുകളെയും കൊണ്ട് ഞെരുങ്ങും, ആ വീട്ടുകാരെയും കൊണ്ട് ഞെരുക്കമുള്ളതായിത്തീരും. വഖല്ല ഖൈറുഹു, അതിലെ നന്മ വളരെ തുച്ഛമായിരിക്കും, കുറഞ്ഞതായിരിക്കും. വതനക്കബത് അൻഹുൽ മലായിക, മലക്കുകൾ അതിൽ നിന്ന് അകന്നുപോകും. വഹദറഹു ശയാത്തീൻ, പിശാചുക്കൾ അവിടെ സന്നിഹിതരായപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്താണ് ഈ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്? സൂറത്ത് താഹ 124-ാമത്തെ വചനം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. 124 മുതൽ തുടർന്നുള്ള ഏതാനും വചനം എന്താ പറയുന്നത്? എൻ്റെ ഈ ഉത്ബോധനത്തിൽ നിന്ന് ആര് പിന്മാറിപ്പോകുന്നുവോ, അതിനെ അവഗണിച്ച് തള്ളി വേറെ മാർഗം നോക്കി ഖുർആനെ ഗൗനിക്കാതെ അവഗണിച്ച് കളയുന്നുവോ, ഫഇന്ന ലഹു മഈശതൻ ضنക, അവന് ضنകായിട്ടുള്ള ഒരു മഈശത്ത്, ഒരു ജീവിതമുണ്ട്. ضنക്ക് എന്ന പദം ഓർത്തു വെക്കുക. അത് മുദക്കറാണ്, മുഅന്നസാണ്, മുഫ്രദാണ്, ജംആണ്, എല്ലാറ്റിനും പ്രയോഗിക്കുന്ന ഒരു വേർഡാണിത്.
ദങ്ക് എന്ന് പറഞ്ഞ ഞെരുക്കമുള്ള, കുടുസായ, ഇടുക്കമുള്ള ഒരു ജീവിതം അവനുണ്ടാകും, ദുനിയാവിലുണ്ടാവും എന്ന് പറഞ്ഞത്. പരലോകത്ത് ഏതായിരുന്നാലും ഉണ്ടാകുന്ന അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുനിയാവിലും ഉണ്ടാകും. അതാണ് മുഫസ്സിരീങ്ങൾ അതിന് തഫ്സീർ കൊടുത്തിട്ടുള്ളത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, പരലോകത്ത് അവൻ അന്ധനായിട്ട് നാം കൊണ്ടുവരും. ഖാല, അവൻ ചോദിക്കും, റബ്ബി ലിമ ഹശർതനി അഅ്മാ വഖദ് കുൻതു ബസീറ, ഞാൻ നല്ല കാഴ്ചയുള്ള ആളായിരുന്നു, എനിക്കെന്താ ഇപ്പോൾ അന്ധത നൽകപ്പെട്ടത്? അവൻ ചോദിക്കുന്നു. ഖാല കദാലിക അതത്ക ആയാതുന, നമ്മുടെ വചനങ്ങൾ നിനക്ക് വന്നെത്തുകയുണ്ടായി. ഫനസീതഹ, നീ അതിനെ മറന്നു കളഞ്ഞു, തള്ളിക്കളഞ്ഞു, അവഗണിച്ചു, വിസ്മരിച്ചു കഴിഞ്ഞു. വകദാലികൽ യൗമ തുൻസ, അപ്രകാരം ഇന്ന് നീയും മറക്കപ്പെടുകയാണ് എന്നവനോട് പറയപ്പെടും എന്ന് പറയുകയാണ്. ബങ്ക് എന്ന് പറഞ്ഞാൽ ഷഖാ എന്ന് ഇബ്നു അബ്ബാസ് അതിന് തഫ്സീർ നൽകിയതായി കാണാം. അങ്ങേയറ്റത്തെ നെടും ഖേദത്തിന് വകയാകുന്ന ദൗർഭാഗ്യം, അതാണ് ഷഖാ. സആദത്തിന്റെ നേർ വിപരീതം. ഫഅമ്മൽ ലദീന ഷഖൂ ഫഫിന്നാർ ഖാലിദീന ഫീഹാ മാ ദാമത്തി സമാവാതു വൽ അർദ് ഇല്ലാ മാ ശാ റബ്ബുക ഇന്ന റബ്ബക ഫഅാലു ലിമാ യുരീദ്. സൂറത്ത് ഹൂദിൽ പറയുന്നുണ്ട്. ദൗർഭാഗ്യവാന്മാരായ ആളുകൾ അവർ നരകത്തിൽ കാലാകാലം കഴിയേണ്ട ആളുകളാണ്. കാരണം അവർ ഖുർആനിൻ്റേതല്ലാത്ത മറ്റു മാർഗങ്ങൾ തേടിപ്പോയവരാണ്. ആ ഷഖാ ഇവരെ പിടികൂടുന്നതാണ് ഖുർആൻ അവഗണിച്ച് കളഞ്ഞാൽ എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ സൂക്ഷിക്കുക, ഖുർആനുമായി കഴിവിൻ്റെ പരമാവധി ബന്ധം പുലർത്തുക. ഖുർആനിൻ്റെ മാസത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് അങ്ങേയറ്റം പുണ്യം ലഭിക്കുന്ന, കഴിവിൻ്റെ പരമാവധി പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും അതിൻ്റെ തഫ്സീറും തർജുമയും തഫ്സീറും എല്ലാം ശരിയായ വിധത്തിൽ, ശരിയായ മൻഹജ് അനുസരിച്ചുള്ള അതിൻ്റെ വിശദീകരണവും വ്യാഖ്യാനവും ഒക്കെ അറിയുകയും ഉൾക്കൊള്ളുകയും പഠിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും മക്കളെ അതിനനുസരിച്ച് വളർത്തുകയും ഒക്കെ ചെയ്യുക. എന്നോടും ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമായി ഞാൻ പറയുകയാണ്. അള്ളാഹു നമ്മെ അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഖുർആൻ പഠിക്കണം. ചില നമ്മുടെ തന്നെ കേരളത്തിലൊക്കെയുള്ള കഴിഞ്ഞുപോയ മഹാന്മാരായ നല്ല നല്ല പണ്ഡിതന്മാർ, നമ്മുടെ മുൻഗാമികൾ, അവരുടെ ചരിത്രം നിങ്ങൾ കേട്ടോ എന്നറിയില്ല. പറയപ്പെട്ടത് കുറേ നേരം അവർ ഓതും. അങ്ങനെ സന്ദർശിക്കാൻ പോയാൽ അവർ ഓതിക്കഴിഞ്ഞാലേ പിന്നെ അവരോട് സംസാരിക്കാൻ പറ്റും. ഓതുക മാത്രമല്ല, എന്തെങ്കിലും ഒരു സംശയം, വിവരമുള്ള പണ്ഡിതനാണ്, വലിയ ആളാണ്, എന്തെങ്കിലും ഒരു വചനത്തിൻ്റെ ഭാഗത്തിൽ എന്തെങ്കിലും അതിൻ്റെ തഫ്സീർ ഇന്നതാണ് അല്ലെങ്കിൽ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം നിർത്തിയിട്ട് അത് പഠിക്കുമായിരുന്നു. ഉറപ്പ് വരുത്തി അതിൻ്റെ ശരിയായ വശമൊക്കെ ഉൾക്കൊണ്ടതിന് ശേഷം പാരായണം തുടരുമായിരുന്നു. ബഹുമാന്യനായ മർഹൂം റഹിമഹുല്ല അലി അബ്ദുൽ റസാഖ് മൗലവിയുടെ ചരിത്രമാണ്. അദ്ദേഹമാണ് 4 വാള്യമായിട്ട് അമാനി മൗലവിയുടെ തഫ്സീർ ക്രോഡീകരിച്ചത്. ഇത് പഴമക്കാരുണ്ടെങ്കിൽ അവർക്കറിയാം ചരിത്രം. 80-70കളിലൊക്കെ നടന്ന സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ത്യാഗം എന്ന് പറഞ്ഞാൽ വളരെ വലിയതാണ്. പരിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനം, അമാനി മൗലവിയുടെ തഫ്സീർ 4 വാള്യമാക്കി ജനങ്ങളുടെ കൈകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ അദ്ദേഹം എടുത്തിട്ടുള്ള പ്രയത്നം, ചെയ്തിട്ടുള്ള പ്രയാസങ്ങൾ അത് നേരിട്ട് അനുഭവിച്ച ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്ന കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് പറഞ്ഞൊരു വാക്ക് നമ്മൾ ഓർക്കേണ്ടതാണ്. എന്താണ് ആ വാക്ക്? അദ്ദേഹം ഓർത്തത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ് പരിശുദ്ധ ഖുർആൻ ജംഅ്, ക്രോഡീകരണം നടക്കുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൽപ്പന പ്രകാരം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ബോഡിയെ ഏൽപ്പിച്ചതാണ്, ഒരു ലജ്ന. അവർ നിർവഹിച്ച ആ ഖുർആൻ ക്രോഡീകരണം എന്ന മഹത്തായ കർമ്മം അത് നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ലൗ കല്ലഫൂനി ബിനഖ്ലി ജബലിൻ മിനൽ ജിബാൽ ലകാന അസ്ഹല മിമ്മാ കല്ലഫൂനി മിൻ ജംഇൽ ഖുർആൻ എന്ന് അദ്ദേഹം പറഞ്ഞതായി ഇമാം ബുഖാരി എടുത്തു പറഞ്ഞതായി ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. സെയ്ദ് ഇബ്നു സാബിത്ത് പറഞ്ഞ വാക്ക്. അവരെങ്ങാനും ഒരു പർവ്വതത്തെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് എടുത്ത് മറ്റേ സ്ഥാനത്തേക്ക് വെക്കണം എന്നായിരുന്നു എന്നോട് കൽപ്പിച്ചിരുന്നതെങ്കിൽ ഈ ഖുർആനിനെ ജംഅ് ചെയ്യുക എന്ന് പറഞ്ഞ ഈ കാര്യത്തെക്കാളും എനിക്കത് എളുപ്പമാകുമായിരുന്നു. അത്രക്ക് പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഈ ഖുർആനിനെ ക്രോഡീകരിച്ച് ഒറ്റ പ്രതിയാക്കി
വ്യത്യസ്ത ഖിറാഅത്തുകൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ അതിനെ കോപ്പികളാക്കി നാടുകൾ മുഴുവൻ വ്യാപിപ്പിച്ചത് എന്ന് അദ്ദേഹം അവിടെ വെച്ച് പറയും. ആ കാര്യം ഈ അബ്ദുൽ റസാഖ് മൗലവി ഓർക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ത്യാഗം സഹിച്ചിട്ടാണ് അദ്ദേഹം പ്രീ പബ്ലിക്കേഷൻ വ്യവസ്ഥയിലൊക്കെ ആളുകളുടെ കൈകളിലേക്ക് അത് എത്തിച്ചതിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തും ലോകത്ത് പലയിടത്തും. അങ്ങനെ ഒരു മഹാസംഭവം നമ്മുടെ ഈ അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, നമ്മൾ ഓർക്കുന്നതല്ല. അതിനു മുമ്പ് ഏതാനും സൂറത്തുകൾ മാത്രമുള്ള ചെറിയ ചെറിയ വാള്യങ്ങളായിരുന്നു. നിങ്ങളാരോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. സൂറത്തുൽ കഹ്ഫ് മുതൽ അതിൻ്റെ പരിഭാഷ തുടങ്ങുന്നത്. കഹ്ഫാണ് ആദ്യമായിട്ട് ഇറങ്ങിയത്. അങ്ങനെ കഹ്ഫ് മാത്രം, പിന്നെ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ വാള്യങ്ങളായിട്ട്. CN അഹമ്മദ് മൗലവി എന്ന ഒരു പരിഷ്കർത്താവ് എന്ന് അന്ന് ധരിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തി, അയാൾ ഒരുപാട് അദ്ദേഹത്തിൻ്റേതായ വ്യാഖ്യാനങ്ങൾ ബുദ്ധിപരമായിട്ട് യാതൊരു നിലക്കും സലഫിൻ്റെ മൻഹജുമായിട്ട് യോജിക്കാത്ത പലതും എഴുതി വെച്ച ഒരു തഫ്സീർ അന്ന്. അത് പിന്നെ കാലഹരണപ്പെട്ടു പോയി, ആരും അത് ശ്രദ്ധിക്കാതെയായി. അതിന് മറുപടി ആയിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാന കുറിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ സൂറത്തിൻ്റെ അവസാനത്തിൽ. അല്ലേ, സൂറത്തുൽ നംലിലുണ്ട്. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയടിച്ച് വടി കൊണ്ടടിച്ച് രണ്ട് ഭാഗങ്ങളിലേക്ക് പർവ്വതം കണക്കെ വെള്ളം മാറിയുന്നു. അതുപോലുള്ള സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹത്തിന് ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വടി കുത്തിപ്പിടിച്ച് ഇങ്ങനെ നോക്കി ആഴം നോക്കിയിട്ട് മൂസാ നബി ഇറങ്ങിപ്പോയി എന്ന്. അങ്ങനെയുള്ള വ്യാഖ്യാനം, അതിനൊക്കെ ഇദ്ദേഹം വ്യാഖ്യാന കുറിപ്പുകൾ സൂറത്തിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും നമ്മളെല്ലാവരും വായിക്കേണ്ട ഭാഗമാണ്. അങ്ങനെ പ്രത്യേക ലക്ഷ്യവുമൊക്കെ വെച്ചുകൊണ്ട് ശരിയായ ഖുർആൻ്റെ വ്യാഖ്യാനം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം പ്രയത്നിച്ച് പൂർത്തിയാക്കി. അൽഹംദുലില്ലാ. ജുസ് അമ്മയും തബാറക്കും ഒറ്റ വാള്യമായിരുന്നു. അങ്ങനെയാണ് മൊത്തത്തിൽ അതിനെ 4 വാള്യമാക്കി, ഇബ്നു കസീറിൻ്റെ അതേപോലെ 4 വാള്യമാക്കിയിട്ട് ഈ അബ്ദുൽ റസാഖ് മൗലവിയുടെ പ്രയത്നത്തോടുകൂടി ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. ചുരുക്കി പറയാം, എന്താണ് ഖുർആൻ പഠിക്കുന്നതിലൂടെ, ഖുർആൻ നാം സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുവാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഞാൻ വിഷയത്തിലേക്ക് വരാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഭാഗം കൂടി പറഞ്ഞുകൊണ്ട്. മാ അസാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ ഫഖാൽ. ഒരാൾക്കും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും വ്യസനവും ദുഃഖവും ഒന്നും തന്നെ അനുഭവിക്കേണ്ടി വരികയില്ല. അവനെ പിടികൂടിയിട്ടില്ല, അല്ലേ? ഉണ്ടാവും, സ്വാഭാവികമാണ്, പല പ്രയാസങ്ങളുണ്ടാവും. പക്ഷെ അതിനൊക്കെ വളരെ ലഘൂകരിക്കുന്ന, വളരെ വിപരീതമായി മനസ്സമാധാനമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു മാർഗം പഠിപ്പിച്ചു തരാണ്. ഇന്നിപ്പോൾ നമ്മുടെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. നമ്മളെല്ലാവരും അവരുടെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു എത്രയും വേഗം പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടേണ്ടി വന്നാൽ ഇങ്ങനെ പറയാം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്. നമ്മൾ മനഃപ്പാടമാക്കി വെക്കണം കേട്ടോ, മനഃപ്പാടമാക്കി വെക്കണത്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക് ഇബ്നു അബ്ദിക് ഇബ്നു അമതിക് നാസിയതി ബിയദിക് മാദിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖദാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് أو استأثرت أو أنزلته في كتابك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلوبنا ربيع قلبي ونور صدري وجلاء حزني وذهاب همي. എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ ഇല്ലാ അദ്ഹബ അല്ലാഹു ഹമ്മഹു വഹുസ്നഹു, അവൻ്റെ വിഷമവും ദുഃഖവും പ്രയാസവും അള്ളാഹു നീക്കിക്കൊടുക്കാതെയില്ല എന്നാണ് പറഞ്ഞത്. നഫി കൊണ്ടാണ് തുടങ്ങിയത്. മാ അസാബ അനുഭവപ്പെട്ടിട്ടില്ല, പിടികൂടിയിട്ടില്ല, ഇല്ലാ അദ്ഹബല്ലാഹ്, അള്ളാഹു നീക്കിക്കൊടുക്കാതെ അല്ലാതെ എന്ന് പറഞ്ഞാൽ നിർബന്ധമായും തീർച്ചയായും അള്ളാഹു നീക്കിക്കൊടുക്കും ആ പ്രയാസം എന്നാണ്. വഅബ്ദലഹു മകാനഹു ഫറജൻ ഖാല, ആ സ്ഥാനത്ത് അവന് ഒരു തുറസ്സും സമാധാനവും അള്ളാഹു നൽകുന്നതാണ്. മറ്റൊരു റിവായത്തിൽ ഫറഹൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, സന്തോഷം നൽകുന്നതാണ് എന്ന്. ഫഖീല യാ റസൂലല്ലാഹ് അലാ നതഅല്ലമുഹ, നമ്മളിത് പഠിക്കട്ടെയോ എന്ന് അവർ ചോദിക്കുകയും അങ്ങനെ പ്രവാചകൻ അത് പഠിക്കുവാൻ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. സഹീഹായ ഹദീസാണ്. റബീഉൽ ഖൽബ്, മനസ്സിൻ്റെ വസന്തം. എന്താ അതിൻ്റെ അർത്ഥം? ജസ്റ്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ നിശ്ചയമായി ഞാൻ നിൻ്റെ അബ്ദാണ്, നിൻ്റെ അടിമയാണ്.
ഇബ്നു അബ്ദിക നിന്റെ അടിമയുടെ പുത്രനാണ്, വബ്നു അമതിക നിന്റെ അടിമ സ്ത്രീയുടെ പുത്രനാണ് ഞാൻ. അപ്പം ആരോ സംശയം ചോദിച്ചു, ഇത് പെണ്ണുങ്ങളെങ്ങനെ പറയാ? ഇബ്നു 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 എന്നല്ലേ പറയുന്നത്. ഇബ്നു അബ്ദിക മകനാണ്, പുത്രനാണ്, അപ്പം എങ്ങനെ പെണ്ണ് പറയാം? അപ്പോൾ ഷെയ്ഖ് ബിൻ ബാസ് അതിന് നൽകിയ മറുപടി, ഇത് തന്നെ പറഞ്ഞാൽ മതി പെണ്ണാണെങ്കിലും. കാരണം പ്രാർത്ഥനകളിലും ദിക്റുകളിലും ഒക്കെ വരുന്ന വാക്കുകൾ അങ്ങനെയാണ് അല്ലേ? വജ്ജഹ്തു വജീ, അതെ ഞാൻ പറയാണ്, വജ്ജഹ്തു വജീ നമ്മൾ ഖുർആൻ അല്ല നമസ്കാരത്തിൻ്റെ ആരംഭത്തിൽ പറയുന്ന പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? ഹനീഫൻ മുസ്ലിമൻ ഒമാന മിനൽ മുശ്രിക്കീൻ അല്ലേ? ഹനീഫൻ മുസ്ലിമൻ. അപ്പോൾ പെണ്ണാകുമ്പോൾ ഹനീഫത്തൻ മുസ്ലിമത്തൻ എന്ന് പറയണോ? വേണ്ട, അങ്ങനെ പറഞ്ഞാൽ മതി. എന്നതുപോലെ ഇബ്നു അബ്ദിക എന്ന് പറഞ്ഞാലും മതി. അഫ്ളൽ സാധിക്കുമെങ്കിൽ ഇബ്നതു അബ്ദിക വബ്നതു അമതിക എന്ന് പറയലാണ്, ഒരു താ കൂട്ടിക്കൊടുക്കലാണ് പെണ്ണിന് നല്ലത് എന്ന് ഷെയ്ഖ് ബിൻ ബാസ് ഇതിന് മറുപടിയായി നൽകി. എന്താ പറയുന്നത്? നാസിയതി ബിയദിക, എൻ്റെ മൂർധാവ് നിൻ്റെ കയ്യിലാണ്. മാദിൻ ഫിയ ഹുക്മുക, എന്നിൽ നിൻ്റെ ഹുക്മ് നടപ്പിലാകുന്നതാണ്, നിൻ്റെ വിധി എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകുന്നതാണ്. എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ നിൻ്റെ തീരുമാനമാണ്, നിൻ്റെ വിധിയാണ്. അദ്ലുൻ ഫിയ ഖദാഉക, നിൻ്റെ തീരുമാനവും നിൻ്റെ വിധിയും അതെന്നിൽ നീതിയാണ്, അതൊന്നും അനീതിയല്ല. അതുകൊണ്ട് അസ്അലുക ബികുല്ലി ഇസ്മിൻ ലക, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്കുള്ളതായ എന്തൊക്കെ നാമങ്ങളുണ്ട് ആ നാമങ്ങളൊക്കെ വെച്ചുകൊണ്ട് തവസ്സുലാണ്. ഇതാണ് തവസ്സുൽ. യഥാർത്ഥ തവസ്സുൽ ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന വദ്ഉഹു ബിഹാ, അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചു കൊള്ളുക. തവസ്സുലിൻ്റെ മാർഗം അതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീലയെ ചോദിച്ചു കൊള്ളുക. അത് വേറെ വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. തവസ്സുൽ ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താ? പുണ്യവാന്മാരാണ് മഹാന്മാരാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ട് ചില ആളുകളെ അടുത്ത് പോയിട്ട് അവരോട് ദുആ ചെയ്യുന്നുണ്ട്, പറയുക അത് തവസ്സുലാണ്. കൊടിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ പച്ചയായ ശിർക്ക്. മുശ്രിക്കുകളെങ്കിലും പറഞ്ഞു, മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, ഞങ്ങൾ ലില്ലാഹി യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ബിംബങ്ങളോട് ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് അവരങ്ങനെ പറഞ്ഞിരുന്നു, ന്യായീകരിച്ചിരുന്നു. ഇതല്ല, ഇത് നേരിട്ട് പറഞ്ഞാൽ തീരൂല, അത്രക്ക് ഗുരുതരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക്. അപ്പോൾ തവസ്സുൽ ഇങ്ങനെയാണ്, നിനക്കുള്ള നാമം വെച്ചുകൊണ്ട് ഞാനിതാ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക, നീ നിനക്ക് നൽകിയിട്ടുള്ള പേര് എന്താണോ, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതായ ആ നാമം, ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ ഗ്രന്ഥത്തിൽ നീ അവതരിപ്പിച്ചിട്ടുള്ളതായ നാമം, ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, നിന്റെ ആ ഗൈബിൻ്റെ ലോകത്ത് അറിവിൽ നീ സ്വന്തമാക്കി വെച്ചിട്ടുള്ള ആ നാമം വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അൻത ജഅൽ ഖുർആന അൽ അദീമ ഔ അൻത ജഅൽ ഖുർആന റബിയ ഖൽബി, ഖുർആൻ എൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വനൂറ സദ്രി, എൻ്റെ നെഞ്ചിൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാക്കണമേ. വജലാ ഹുസ്നി, എൻ്റെ വ്യസനത്തിൻ്റെ ദുഃഖത്തിൻ്റെ വ്യഥയുടെ ഇല്ലായ്മയാക്കി അതിനെ മാറ്റണമേ. വദഹാബ ഹമ്മി, എൻ്റെ ദുഃഖം നീങ്ങുവാനുള്ള കാരണമാക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് നീക്കിക്കൊടുക്കുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതിയോ? ഖുർആനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ അല്ല, ഖുർആനുമായി ബന്ധം പുലർത്തണം. ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളുണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം. ഖുർആനുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണോ താങ്കൾ? എന്നാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊള്ളുക, തീർച്ചയായും ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഇനി ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഓതിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് പറ്റിയ സമയമാണെന്നാണ്. അന്നേരം ദുആ ചെയ്യാം, കൂട്ടിയിട്ട് പോകണ്ട, ഒന്ന് ദുആ ചെയ്തോളൂ, മുസ്തഹബായ കാര്യമാണ്. എന്താ തെളിവിതാ റവാഹുദ്ദാറമി, ഇമാം ദാരിമി ഉദ്ധരിക്കുന്ന ഹദീസ് എന്താ പറയുന്നത്? അൻ സാബിത്തുൽ ബനാനി അന്നഹു ഖാൽ കാന അനസ് റളിയല്ലാഹു അൻഹു ഇദാ ഖതമൽ ഖുർആൻ, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ജമഅ ഉൽദഹു വഅഹ്ല ബൈതിഹി ഫദആ ബിഹിം,
കുടുംബത്തെയും ഭാര്യയെയും മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഏതെങ്കിലും ആളുകളുടെ റൂഹിലേക്ക് ഹദിയ ചെയ്യുക, ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യുക, എന്നിട്ട് അതിനൊരു ദുആ, അങ്ങനെ കൂടിയിരുന്നൊരു യാസീൻ ഓതുക, എന്നിട്ടൊരു കൂട്ടപ്രാർത്ഥന, അതൊന്നുമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊന്നും യാതൊരു ഫലവുമില്ല എന്ന് ഇമാം ഷാഫിഈ റഹിമഹുള്ള വ്യക്തമായി രേഖപ്പെടുത്തിയത് ഇമാം ഇബ്നു കസീർ സൂറത്തുൽ നജ്മിൻ്റെ വിശദീകരണത്തിൽ എടുത്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. വന്നലിൽ ഇൻസാനി വന്ന സഅയഹു സൗഫ യുറ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഒരു മനുഷ്യൻ അവൻ അധ്വാനിച്ചതല്ലാതെ അവന് കിട്ടുകയില്ല എന്ന് പറഞ്ഞ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണുവാൻ സാധിക്കും. അപ്പം അതാണ്. എന്നാൽ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം? ദുആ ചെയ്യാം. എല്ലാവരും വീട്ടിലിരുന്ന് ഓതുകയാണെങ്കിൽ സ്വന്തമായിട്ടോ കൂട്ടായിട്ടോ ഒക്കെ പ്രാർത്ഥിക്കാം, അതിന് വിരോധമില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇഖ്റഉൽ ഖുർആന വസലുല്ലാഹ ബിഹി, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അതുകൊണ്ട് നിങ്ങൾ തേടിക്കൊള്ളുക, പ്രാർത്ഥിച്ചുകൊള്ളുക. ഖബ്ല അൻ യഅതിയ ഖൗമുൻ യഖ്റഊനൽ ഖുർആന ഫയസ്അലൂന ബിഹിൻ നാസ്, ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. വേറൊരു സമൂഹം വരും, അവരെന്താ ചെയ്യുക? അവർ ഖുർആൻ ഓതിയിട്ട് അതുകൊണ്ട് ജനങ്ങളോട് ചോദിക്കും. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതും ആളുകളുടെ മുമ്പിൽ വെച്ച്. അങ്ങനെ ഒരു സമൂഹം വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിരുന്നതായി കാണുവാൻ കഴിയും. ഇമാം അൽബാനിയൊക്കെ സഹിഹാക്കിയ ഹദീസാണ്. അപ്പോൾ സഹോദരന്മാരെ, ഖുർആനുമായിട്ട് നാം നമ്മുടെ ജീവിതം അങ്ങേയറ്റം കെട്ടിപ്പണിഞ്ഞതായി ബന്ധപ്പെട്ടതായി മാറ്റുക. ഖുർആനുമായുള്ള ബന്ധം ദൃഢമാക്കി മാറ്റുക, പഠിക്കുക. മനപ്പാഠം നിൽക്കൂല മനസ്സിൽ ചിലർക്കൊക്കെ, എന്നാലും ശ്രമിക്കുക. മനപ്പാഠമാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. എഴുതുക അതൊരു മാർഗമാണ്. സ്വന്തമായി മനപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്നാൽ സ്വന്തമായിട്ടൊരു ഖുർആൻ, അതേ പ്രിൻ്റ് വേറെ പലതും ഉണ്ട്. ഖുർആൻ മൊത്തം പള്ളികളിലൊക്കെ സെയിമാണ്. പക്ഷെ അങ്ങനെയല്ല, സ്വന്തമായിട്ടൊരു ഖുർആൻ, അതിൽ ഇന്ന സ്ഥലങ്ങളിൽ അടയാളം വെക്കണം. ഇതാണ് ഞാൻ ഇന്ന് ഓതി വെച്ചിട്ടുള്ളത്. അവിടെ അടയാളം നമുക്ക് ഓർമ്മ വേണം. അങ്ങനെ കൃത്യമായ ഒരു നിവാമ് വെച്ചുകൊണ്ട് നാം ഖുർആൻ പഠനത്തിലേക്ക് തിരിയണം, നാം സ്വീകരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിന് ചില ബന്ധുക്കളുണ്ട്, കുടുംബക്കാർ. അള്ളാഹുവിൻ്റെ കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു തീർച്ചയായും ആ കുടുംബക്കാരെ പരിഗണിക്കൂലേ, അവരെ രക്ഷിക്കൂലേ, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കൂലേ. നമ്മളങ്ങനെയല്ലേ? ആ നിലക്ക് അള്ളാഹുവിൻ്റെ ബന്ധുജനങ്ങൾ. ഇത് കേട്ടപ്പോൾ അത്ഭുതത്തോടെ അവർ ചോദിച്ചു, ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹി വഖാസത്തു, ഖുർആനിൻ്റെ അഹ്ലുകാർ അവരാകുന്നു അള്ളാഹുവിൻ്റെ ആൾക്കാരും അവൻ്റെ പ്രത്യേക ജനങ്ങളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, പരലോകത്ത് അത് നിങ്ങൾക്ക് ഷഫീആയി ശുപാർശകനായി വരുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഖുർആനിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക, പഠിക്കുക, വീണ്ടും പഠിക്കുക, ആവർത്തിച്ചാവർത്തിച്ച് ഓതുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിൻ്റെ വിശദീകരണം ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുകയും അറിയുകയും ചെയ്യുക. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, ദിക്റിൻ്റെ അറിവുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു കൊള്ളുക, നിങ്ങൾ വിവരമില്ലാത്തവരാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും. അതൊക്കെ മാർഗങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ സ്വീകരിക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. വജസാക്കുമുല്ലാഹു ഖൈറ. പരിശുദ്ധ ഖുർആൻ്റെ യഥാർത്ഥ അഹ്ലുകാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ ഏവരെയും അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ടും മറ്റു പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു എത്രയും വേഗം നീക്കിക്കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും പരലോകത്ത് ഉന്നതമായ ഫിർദൗസിൽ അവരെ അള്ളാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصل اللهم وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك. സാധാരണയായിട്ട് പലപ്പോഴും നിങ്ങൾ കേൾക്കും അവിടെ ജമ്മായിട്ടാണ് പറയുക,
اللهم إنا نسألك اللهم إنا نسألك بكل اسم هو له اللهم إنا عبيدك بنو عبيدك بنو إمائك نواصينا بيدك ماض فينا حكمك عدل فينا قضاؤك എന്ന് ജമായിട്ടാണ് പ്രാർത്ഥിക്കുക. കാരണം ജമായിട്ടേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇമാം ജമായിട്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അയാൾ മഅ്മൂമീങ്ങളെ വഞ്ചിച്ചു എന്നാണ് പറഞ്ഞത്. ഇമാം പ്രാർത്ഥന ജമായിട്ട് തന്നെ പ്രാർത്ഥിക്കണം എന്ന് അടിസ്ഥാനത്തിൽ ജമായി പ്രാർത്ഥിക്കും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹദീസിൽ വാരിദായ അതേ ലഫ്ള് സ്വന്തമായി മുഫ്രദായിട്ട് പ്രാർത്ഥിക്കുക, ഒറ്റക്കായിട്ട്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക ഇബ്നു അബ്ദിക ഇബ്നു അമതിക ماض ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك أسألك بكل اسم هو لك سميته في كتاب سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن റബിയ ഖൽബി വനൂറ സദ്രി വജലാ ഹുസ്നി വദഹാബ ഹമ്മി എന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന പാഠമൊക്കെ പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.